ഗൈസ് ഇന്ന് നമ്മൾ ഡൈപ്പർ ബാഗ് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഡൈപ്പർ ബാഗ്. എന്റെ കുട്ടികളുടെ ഡയപ്പർ ബാഗാണ് ഞാനിത് കാണിക്കുന്നത്. ഈ ബാഗാണ് ഇത് ഞാൻ എവിടെ കൊണ്ടുപോയാലും കൊണ്ടുപോകും. അതിന്റെ ഒരു കാരണം അതിൻ്റെ കുറെ സാധനങ്ങൾ ഞാൻ കുത്തിക്കയറ്റി വെക്കും കേട്ടോ. കാര്യം എനിക്ക് എവിടെയെങ്കിലും പോയാൽ നല്ല സുഖമായിട്ടിരിക്കണം. പെട്ടെന്ന് പിള്ളേർക്ക് വെള്ളം വേണം, ഉടനെ ഞാൻ വെള്ളം എടുക്കാൻ പോകുന്നു, അല്ല ഹസ്ബൻഡ് പോകുന്നു, എനിക്കിതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഒത്തിരി സാധനങ്ങൾ ഈ ഡയപ്പർ ബാഗിൽ എടുത്ത് വെക്കാറുണ്ട്. ഇതേ സെയിം ബ്രാൻഡിന്റെ ബാഗാണ് ഞാൻ മാർത്തയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. അതിനൊന്നും പറ്റിയില്ല കേട്ടോ. എങ്കിൽ പോലും ഞാൻ കുറെ നാൾ യൂസ് ചെയ്തല്ലെന്ന് ചോദിച്ചാൽ അത് മാറ്റിയതാണ്. 2 പേർക്കുള്ള വാട്ടർ ബോട്ടിൽ ഇതിൻ്റെ അകത്തിലുണ്ടാവും. ഉണ്ടാവും. മീക്കയുടെ ഒരു പെയർ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ചുമ്മാ കളിക്കാനായിട്ട് ഞാൻ എവിടെ പോയാലും ഇങ്ങനെ ബുക്സ് എടുക്കുമല്ലോ. പിന്നെ ഗ്ലാസ് ഒന്ന് തുറന്നു മാർത്ത. പിന്നെ ഒരു കളർ ബുക്ക് എടുക്കും, അതിന്റെ ക്രയോൺ എടുക്കും. ഇത് പിന്നെ സ്വാഡൽസ് ആണ് കേട്ടോ. അത് ഞാൻ മീക്ക് എവിടെയെങ്കിലും പോയാല് ഉറങ്ങി കഴിഞ്ഞാല് ഗ്ലാസ് കാണിച്ചാൽ മതി. ഇത് കുട്ടി എവിടെയെങ്കിലും പോയി ഉറങ്ങിക്കഴിഞ്ഞാല് എനിക്ക് കുട്ടീനെ തോളിലിടുന്ന ശീലമൊന്നുമില്ല. ഒന്നെങ്കിൽ ഞാൻ കുട്ടീനെ എടുത്ത് സ്ട്രോളറി വെക്കും, അല്ലെങ്കിൽ കുട്ടീനെ ഞാൻ ഇത് തറയെ വിരിച്ച് കിടത്തും. എനിക്ക് അങ്ങനെ കയ്യിൽ ഇങ്ങനെ കുറെ സമയം പിടിച്ചോണ്ട് ഞാൻ വെക്കാറില്ല കേട്ടോ. പിന്നെ ഇത് കുട്ടിയുടെ ഡയപ്പർ ഒക്കെ വെക്കുന്ന ഒരു പൗച്ചാണ്. വൈപ്സ് ഉണ്ട്, ഈ വൈപ്സ് ഇത് ഡയപ്പർ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ഡയപ്പർ ഡിസ്പോസ് ചെയ്യുന്ന ഒരു കവർ ഉണ്ട്. എവിടെയെങ്കിലും പോയിട്ട് ഓരോ മനുഷ്യന്മാർ ഇങ്ങനെ വലിച്ചെറിയത്തില്ല, എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ. ഞാൻ അത് കവറിൽ ഇട്ടിട്ട് കൊണ്ടുവരും. പിന്നെ അവിടെ വേസ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ ആക്ച്വലി ഒരു ക്രീം എടുക്കാറുണ്ട്. എനിക്ക് കുട്ടികൾ ഈ ആഹാരമൊക്കെ കഴിച്ചിട്ട് സ്മെല്ല് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അത് എടുക്കും. പിന്നെ ഒരു ഫോർക്ക് ഉണ്ടാവും, ഒരു സ്പൂൺ ഉണ്ടാവും. പിന്നെ മീക്കയ്ക്ക് അലർജി ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ അവന്റെ അലർജിയുടെ മരുന്ന് ഞാൻ എടുക്കും. സോക്സ് എടുക്കും, 2 പേരുടെയും 1 പെയർ സോക്സ് എടുക്കും കേട്ടോ. എന്തെങ്കിലും ആർക്കെങ്കിലും മനസ്സിലായെന്ന് ആർക്കറിയാം. ഓക്കെ, താങ്ക് യു.